2025 ജൂബിലി വർഷത്തിലെ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്ന ദിവസങ്ങളിൽ ഇന്ന് സക്രിയാക്ക് സമ്മാനം ലഭിച്ച സമയത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുക. സക്രിയ ധൂപാർപ്പണത്തിനായിട്ട് ദേവാലയത്തിൽ വന്നു. ആ ധൂപാർപ്പണ സമയത്താണ് മക്കളില്ലാത്ത സക്രിയാക്ക് ദൈവം ഒരു മകനെ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. യോഹന്നാൻ എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാം, ദൈവത്തിന്റെ സമ്മാനം എന്നാണ് അതിന്റെ അർത്ഥം. യഹോഹന്നാൻ, ദൈവത്തിന്റെ സമ്മാനം, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഈ സമ്മാനം കിട്ടുന്നത് എപ്പോഴാ? ധൂപാർപ്പണ സമയത്ത്. അതുകൊണ്ട് സിംബോളിക് ആയിട്ടാണ് ഞാൻ നോക്കി കാണുക. ധൂപാർപ്പണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ധൂപം അർപ്പിക്കുമ്പോൾ അതില് തീയ് ദൈവത്തിന്റെ സ്നേഹം അല്ലെങ്കിൽ യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ സ്നേഹമാകുന്ന അഗ്നിയില് നമ്മുടെ പാപക്കറകളാകുന്ന കുന്തിരിക്കം വീണ് എരിഞ്ഞടങ്ങി ഇല്ലാതായി തീരുന്നു. അവിടുന്ന് പ്രാർത്ഥന ധൂപം പോലെ മുകളിലേക്ക് ഉയരുന്നു. അതാണ് ധൂപാർപ്പണം. എന്റെ പാപക്കറകള് ദൈവസ്നേഹാഗ്നിയിൽ എരിഞ്ഞില്ലാതാവുകയും അവിടെ നിന്ന് പ്രാർത്ഥന ധൂപം പോലെ മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്ന സംഭവമാണ് ധൂപാർപ്പണത്തിൽ നടക്കുക. ഈ ധൂപാർപ്പണ സമയത്താണ് ഇതാ ദൈവത്തിൽ നിന്നും സമ്മാനം താഴേക്ക് വരിക. ഞാൻ അനുതപിച്ച് എന്റെ പാപങ്ങളൊക്കെ യേശുവിന്റെ സ്നേഹമാകുന്ന അഗ്നിയില് എരിയിച്ച് കളയുമ്പോൾ അവിടുന്ന് പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരും. ആ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് എത്തുമ്പോൾ അവിടുന്ന് യോഹന്നാൻ ദൈവത്തിന്റെ സമ്മാനം താഴേക്ക് വരും. അതാണ് സക്രിയായുടെ ഈ അനുഭവം നമ്മുടെ മുമ്പില് മോഡലായിട്ട് നിലനിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു മാതൃകയായിട്ട് നിലനിൽക്കുക. ധൂപാർപ്പണ സമയത്ത് ദൈവത്തിന്റെ സമ്മാനം സ്വീകരിക്കുന്ന സക്രിയ, യേശുവിന്റെ സ്നേഹമാകുന്ന തീയില് നമ്മുടെ പാപക്കറകളാകുന്ന കുന്തിരിക്കം വീണ് എരിഞ്ഞടങ്ങി ഇല്ലാതായി തീരുകയും അവിടെ നിന്ന് പ്രാർത്ഥന ധൂപം പോലെ മുകളിലേക്ക് ഉയരുകയും ചെയ്യുവാൻ ഈ ക്രിസ്മസിന്റെ അവസരത്തില് ഒരുങ്ങുന്ന നാളുകളില് നമുക്ക് പരിശ്രമിക്കാം. അപ്പോഴ് ഈ ജൂബിലി ക്രിസ്മസിന്റെ വേളയില് ദൈവത്തിന്റെ സമ്മാനം, ദൈവത്തിന്റെ അനുഗ്രഹം സമൃദ്ധമായിട്ട് നമ്മിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും കുടുംബാംഗങ്ങളിലേക്കും വർഷിക്കപ്പെടും. ഈ വലിയൊരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് അനുതാപത്തിന്റെ ഫലങ്ങൾ ഉളവാക്കാൻ നമുക്ക് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാം. ഈ ക്രിസ്മസിന് ഒരുങ്ങുന്ന നാളുകളിൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.